ഇനി പൈത്തണിൽ യൂസ് ചെയ്യുന്ന സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമുക്ക് 3 സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് മെയിനായിട്ടുള്ളത്. സിമ്പിൾ ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, മൾട്ടി വേ ഇഫ് ഉണ്ട്. ഇപ്പോൾ സിമ്പിൾ ഇഫ് എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ സിൻടാക്സ് പറയുന്നത് ഇഫ് വിൽ ഗിവ് എ കണ്ടീഷൻ, ഇഫ് കണ്ടീഷൻ കോളൻ ദെൻ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണോ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കൊടുക്കുക. ഇതാണ് സിമ്പിൾ ഇഫിൻ്റെ നമ്മുടെ സിൻടാക്സ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഇഫ് എൽസിൻ്റെ സിൻടാക്സ് എന്ന് പറയുമ്പോൾ ഇഫ് കണ്ടീഷൻ കോളൻ ഇവിടെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണോ ഉള്ളത് ആ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക. എൽസ് കഴിഞ്ഞിട്ട് ഒരു കോളൻ വരുന്നുണ്ട്. ദെൻ ഇവിടെ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഓക്കെ, ഇഫ് കണ്ടീഷൻ കോളൻ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്, എൽസ് കോളൻ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യും, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഈ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യും. നമ്മൾ സാധാരണ സിയിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. പിന്നെ മൾട്ടി വേ ഇഫ് ഉണ്ട്. മൾട്ടി വേ ഇഫ് എന്ന് പറയുന്നത് നമ്മൾ സിയിലൊക്കെ പഠിച്ച എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് ഇവിടെ മൾട്ടി വേ ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നത്? സിൻടാക്സ് എന്ന് പറയുന്നത് ഇവിടെ ഇഫ് കണ്ടീഷൻ 1 ഫസ്റ്റ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ദെൻ അത് ട്രൂ ആണെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കൊടുക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ്സ് 1 ഫസ്റ്റ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയണം, എക്സിക്യൂട്ട് ചെയ്യുന്നു. അതല്ല എങ്കിൽ ഓക്കെ, ഇതിൻ്റെ എൽസ് പാർട്ടാണ് ഇവിടെ വരുന്നത്. എൽസ് ഇഫ് എന്നുള്ളത് നമുക്കിവിടെ പൈത്തണിനകത്ത് എൽ ഇഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. ഈ എൽ ഇഫ് കൊടുത്തിട്ട് നമുക്കവിടെ എന്ത് കൊടുക്കാൻ പറ്റും? അടുത്തൊരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാം. സോ അപ്പം ഇവിടെ നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞു കൊടുക്കാം. കണ്ടീഷൻ 2 കോളൻ അടുത്ത് ആ കണ്ടീഷനാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ കണ്ടീഷനാണ് ട്രൂ എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 പെർഫോം ചെയ്യുക. ദെൻ അവസാനം ഇങ്ങനെ എത്ര എൽ ഇഫ് വേണമെങ്കിലും നമുക്ക് കണ്ടീഷൻസ് ആയിട്ട് കൊടുക്കാം. ലാസ്റ്റിൽ എൽസ് കൊണ്ടായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ എൽസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഡീഫോൾട്ടായിട്ട് എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണോ വർക്ക് ചെയ്യാനുള്ളത് ആ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത്. സോ ഇതാണ് മൾട്ടി വേ ഇഫ് എന്ന് പറയുന്നത്. അതായത് ഒന്നിലധികം കണ്ടീഷൻസ് നമ്മളിവിടെ ചെക്ക് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇപ്പം ഇതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സാണോ നെഗറ്റീവ് നമ്പേഴ്സാണോ എന്ന് കൗണ്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം സിമ്പിൾ ഇഫ് വെച്ച് ചെയ്യാം. സോ സിമ്പിൾ ഇഫ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു നമ്പറിനെ നമ്മൾ റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്തിട്ട് നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് നമ്പറിന് മാത്രം റീഡ് ചെയ്യുന്നു. അതാണ് സിമ്പിൾ ഇഫ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്പറിനെ റീഡ് ചെയ്യുന്നു. NO ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് എൻ്റർ ദ നമ്പർ. അപ്പോൾ നമ്പർ നമ്മൾ NOയിലേക്ക് റീഡ് ചെയ്തു. റീഡ് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്താൽ മതി? ഇഫ് വെച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് NO ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇത് പോസിറ്റീവ് നമ്പറാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രിൻറ്റ് പോസിറ്റീവ് നമ്പർ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സിമ്പിൾ ഇഫ് വരുന്ന സമയത്ത് അവിടെ എൽസ് പാർട്ടൊന്നുമില്ല. അപ്പം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് നമ്പറിന് മാത്രം പ്രിൻറ്റ് ചെയ്യുന്നു. പ്രോഗ്രാം തീരുവാണ്. ഓക്കെ, ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ഇനി പോസിറ്റീവ് ആണെങ്കിൽ അതായത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് എന്ന് പറയണം, ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ് എന്ന് പറയണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇഫ് എൽസ് ആണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആ ഇഫ് എൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും അത് പ്രോഗ്രാം ആക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്പറിനെ റീഡ് ചെയ്യുന്നു. ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ നമ്പർ എന്ന് കൊടുക്കുന്നു. സോ ഇവിടെ നമ്മൾ നമ്പർ റീഡ് ചെയ്യും. ആ റീഡ് ചെയ്യുന്ന നമ്പറിനെ ചെക്ക് ചെയ്യുകയാണ്. നേരത്തെ പോലെ തന്നെ ആ NO ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കുക. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് നമ്പറാണ്. എൽസ് ആണെങ്കിൽ എന്താണ് മീനിങ്? ഇത് ഗ്രേറ്റർ ദാൻ 0 അല്ല. ഗ്രേറ്റർ ദാൻ 0 അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആണെങ്കിൽ അതിനെ നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും ആണ് ആ പ്രോഗ്രാമിൽ വരുന്നത്. ഇനി അടുത്ത് മൾട്ടി വേ ഇഫ് വെച്ച് ചെയ്യണം. അതായത് പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവാണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവാണ്. ഇതിനിടയിൽ 0 ആണെങ്കിൽ 0 എന്ന് തന്നെ പ്രിൻറ്റ് ചെയ്യണം. ഈക്വൽ ടു 0 ആണെങ്കിൽ 0 എന്ന് തന്നെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് അതും കൂടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ പ്രോഗ്രാം എങ്ങനെയാവും? ആദ്യം നമ്മൾ നമ്പറിനെ റീഡ് ചെയ്യണം എന്തായാലും.
into input of enter the number, then ഇവിടെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഇഫ് എന്നോ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് പോസിറ്റീവ് നമ്പറാണ്. പോസിറ്റീവ് നമ്പർ. എലിഫ് അടുത്ത കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. എന്നോ നമ്പർ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണോ നോക്കുന്നു. ഇവിടെ പ്രിൻ്റ് ഓഫ് അല്ല, പ്രിൻ്റാണ്. ഇവിടെ ബ്രാക്കറ്റ് വേണ്ട. ബ്രാക്കറ്റ് വേണം, നമുക്ക് പൈത്തണിനകത്ത് ബ്രാക്കറ്റ് വേണം. ഓക്കെ, ഈക്വൽ ടു 0 ആണെങ്കിൽ പ്രിൻറ്റ് എന്താണ് 0 എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യാം. ദെൻ എൽസ് പാർട്ട് ആണെങ്കിൽ രണ്ടിലും പെടുന്നില്ല എങ്കിൽ അതെന്താണ് നെഗറ്റീവ് നമ്പറാണ്. സോ പ്രിൻറ്റ് നെഗറ്റീവ് നമ്പർ. മനസ്സിലായില്ലേ? സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ഇഫ് എൽസ്, മൾട്ടി വേറ്റ് ഇഫ് ഇങ്ങനെയുള്ള 3 സ്ട്രക്ചേഴ്സ്, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാം, ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാം, പിന്നെ ഏതെങ്കിലും ഒരു ഇൻഡിജർ മാർക്ക് എൻ്റർ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഗ്രേഡ് ആണെന്നുള്ളത് പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ചെയ്യാം. ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം നമ്മൾ സിയിലൊക്കെ ചെയ്ത അതേ പ്രോഗ്രാംസ് തന്നെ നിങ്ങൾക്ക് ഇവിടെയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ പ്രോഗ്രാംസ് എല്ലാം മാക്സിമം നിങ്ങൾ കഴിയുന്ന അത്രയും പ്രോഗ്രാംസ് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സാമിനാണെങ്കിലും പ്രോഗ്രാം കറക്റ്റായിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു വഴി എന്ന് പറയുന്നത്, പ്രോഗ്രാം കറക്റ്റായിട്ട് എഴുതാനുള്ള വഴി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. അടുത്ത് കോമ്പൗണ്ട് ബൂളിയൻ എക്സ്പ്രഷൻസ്. കോമ്പൗണ്ട് ബൂളിയൻ എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിലധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഒന്നിലധികം കണ്ടീഷൻസിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആൻഡ്, ഓർ, നോട്ട്, ഈ 3 ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ബൂളിയൻ എക്സ്പ്രഷൻസ് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് ബൂളിയൻ എക്സ്പ്രഷൻസ് മോർ ദാൻ 1 ബൂളിയൻ എക്സ്പ്രഷൻസിനെ നമ്മൾ ജോയിൻ ചെയ്യുന്നതാണ് കോമ്പൗണ്ട് ബൂളിയൻ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ C++-ലൊക്കെ പഠിച്ച സമയത്ത് ആംപർസാൻഡ്, ഡബിൾ ആംപർസാൻഡ്, പൈപ്പ് സിംബൽ, നോട്ട്, എക്സ്ക്ലമേഷൻ മാർക്ക് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ അതിന് പകരം പൈത്തണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ്, ഓർ, നോട്ട് എന്ന് പറഞ്ഞുള്ള കീവേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പം മാർക്കിൻ്റെ ഗ്രേഡൊക്കെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം 80 മുതൽ 90 വരെ ആണെങ്കിൽ A+ എന്നുള്ളൊരു ഗ്രേഡാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം മാർക്കിന് റീഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം മാർക്ക് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻറ്റർ ദ മാർക്ക്. മാർക്കിനെ നമ്മൾ ആദ്യം റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുകയാണ് 80ക്കും 90ക്കും ഇടയിലാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഗ്രേറ്റർ ദാൻ 80 ആയിരിക്കണം, ലെസ് ദാൻ 90 ആയിരിക്കണം. അപ്പോൾ നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നത് ഇഫ് നമ്മൾ റീഡ് ചെയ്ത മാർക്ക്, ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 90 ആൻഡ് ഗ്രേറ്റർ ദാൻ 80 ആൻഡ് മാർക്ക് ലെസ് ദാൻ 90, ലെസ് ദാൻ 90 ലെസ് ദാൻ ഈക്വൽ ടു 90 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഗ്രേഡ് എന്ന് പറയുന്നത് A+ ആണ്. പ്രിൻറ്റ് ഗ്രേഡ് ഈക്വൽ ടു A+. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ ഇപ്പോൾ 2 കണ്ടീഷൻസിനെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിലെന്ന് പറഞ്ഞാൽ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അതാണ് ആൻഡ് എന്ന് പറയുന്നത്. ഓർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്നതാണ് കോമ്പൗണ്ട് ബൂളിയൻ എക്സ്പ്രഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എൻ്റർ ചെയ്യുന്ന മാർക്ക് 60 ആണെന്ന് വിചാരിക്കുക. 60 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ മാർക്ക് ഗ്രേറ്റർ ദാൻ 80 അല്ലേ. അപ്പോൾ അവിടെ ഒരു ഫോൾസായി. അപ്പോൾ അവിടെ തന്നെ ഫോൾസായി കഴിഞ്ഞാൽ ഇനി എത്ര കണ്ടീഷൻ ഉണ്ടെങ്കിലും അതെല്ലാം ചെക്ക് ചെയ്താലും ഈ
ഹോൾ ഇതിൻ്റെ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഫോൾസ് തന്നെയായിരിക്കും. അപ്പോൾ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഓർ വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെ ആ ഹോൾ കണ്ടീഷൻസ് എന്തായാലും ട്രൂ തന്നെയായിരിക്കും. അതായത് ആ ഹോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പൈത്തണിൽ നമ്മൾ എന്ത് ചെയ്യും? ആൻഡാണ് കണക്റ്റീവ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആൻഡ് വരുന്ന കേസിൽ ആദ്യത്തെ കണ്ടീഷൻ തന്നെ ഫോൾസ് ആവുകയാണെങ്കിൽ പിന്നുള്ള കണ്ടീഷൻസ് അത് ചെക്ക് ചെയ്യത്തില്ല. കാരണം അതിൻ്റെ ഔട്ട്പുട്ട് ഓൾറെഡി ഫോൾസ് ആണെന്നുള്ളത് അതിനറിയാം. ഓക്കെ, അതുപോലെ തന്നെ ഓറാണ് വരുന്നതെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ പിന്നുള്ള കണ്ടീഷൻസ് ഒന്നും തന്നെ അത് ചെക്ക് ചെയ്യില്ല. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ നമ്മൾ പറയുന്നതാണ് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ. ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ ഇത് പൈത്തണിനകത്തുള്ള ഒരു ഫീച്ചറാണ്. ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ ഓർ ലേസി ഇവാലുവേഷൻ എന്നൊക്കെ പറയാറുണ്ട്. സോ കോമ്പൗണ്ട് ബൂളിയൻ എക്സ്പ്രഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആൻഡ് ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഫോൾസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഹോൾ ഔട്ട്പുട്ട് ഫോൾസ് ആയിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ബാക്കി കണ്ടീഷൻസ് അത് ഇവാലുവേറ്റ് ചെയ്യില്ല. അതുപോലെ ഓർ കണക്റ്റീവ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ട്രൂ കിട്ടുകയാണെങ്കിൽ ഹോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂവേ വരുള്ളൂ. അതുകൊണ്ട് ബാക്കി കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു കണ്ടീഷൻസിനെ സ്കിപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ അല്ലെങ്കിൽ ലേസി ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്.